ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അപ്പോൾ റീനച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛൻ തിരുക്കുടുംബത്തെ കുറിച്ച് സംസാരിക്കണമെന്ന്. ഇന്നലെ വരെയും തിരുക്കുടുംബത്തെ കുറിച്ച് സംസാരിക്കണമെന്ന് ചിന്തിച്ചു, ഒത്തിരി ആശയങ്ങളൊക്കെ വന്നു. പക്ഷേ ഇന്ന് ഇംഗ്ലീഷ് കുർബാനയ്ക്ക് വേണ്ടി പ്രസംഗം ഒരുങ്ങിയപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ബൈബിളിലെ എല്ലാ കുടുംബങ്ങളിലൂടെയും ഒന്ന് കടന്നു പോയിക്കൂടാ. ബൈബിളിൽ നമ്മൾ ഒത്തിരി കുടുംബങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. തുടക്കം മുതലേ ഉള്ള ഓരോ കുടുംബങ്ങളും നമ്മൾ ഇന്ന് ഈ കുടുംബങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. ആദ്യം നമ്മൾ കാണുന്നത് ആദവും ഹവ്വായുമാണ്. കുടുംബമാണ് എല്ലാത്തിൻ്റെയും ബേസിസ്. കുടുംബമില്ലായെങ്കിൽ ഒന്നുമില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, സ്കൂളിൽ പോയി ഒരുപാട് പഠിക്കുന്നു, സ്കൂളിൽ നിന്ന് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നു എന്നൊക്കെ. പക്ഷേ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ വീടാണ്, കുടുംബമാണ്. ഒരു വീടിനെ വീടാക്കണമെങ്കിൽ അതിന് ആ വീട്ടിലെ പരസ്പരമുള്ള അംഗങ്ങളുടെ പരസ്പര ധാരണയും സ്നേഹവും എല്ലാം അത്യാവശ്യമാണ്. ഒരു കുടുംബം എന്ന സങ്കല്പം കിട്ടണമെങ്കിൽ തീർച്ചയായും ആ വീട്ടിലെ അംഗങ്ങൾ ആഗ്രഹിക്കണം അതിനു വേണ്ടി. അതല്ലേ ഒരു വീടും കുടുംബവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വീടുണ്ടാക്കുവാനായിട്ട് കുറേ മണ്ണും കല്ലും സിമെന്റും കമ്പിയും ഒക്കെ മതി. വലിയ വീട് പടുത്തുയർത്താം, മനോഹരമായൊരു ചില്ലുകൊട്ടാരം തന്നെ പടുത്തുയർത്താം. പക്ഷേ ഒരു കുടുംബം പടുത്തുയർത്തണമെങ്കിൽ അതിന് കരടും, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ബന്ധം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് കുടുംബം എല്ലാത്തിൻ്റെയും ബേസിസ് ആണ് എന്ന്. ഒരിക്കൽ സെമിനാരിയിൽ ഞാൻ റെക്ടറായി സേവനമനുഷ്ഠിക്കുമ്പോൾ അവിടെയുള്ള ഒരു സെമിനാരിയൻ, കണ്ണൂരുള്ള ഒരു സെമിനാരിയൻ വെക്കേഷന് പോയി, 15 ദിവസത്തെ വെക്കേഷന് പോയി. അപ്പോൾ വീട് സന്ദർശനം ഞങ്ങൾക്ക് ഒരു മസ്റ്റാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇടവക വികാരി പറഞ്ഞു, അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് ഈസ് ആൻ എക്സാംപ്ലറി വൺ, നല്ലൊരു കുട്ടിയാണ്, എന്നും വെളുപ്പിന് 6 മണിക്ക് വരും. ഇവിടെ ഒരുപാട് സെമിനാരിയൻസ് ഉണ്ട്, പക്ഷേ അവരൊന്നും ദിവ്യബലിക്ക് എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റ് വരാറില്ല. പക്ഷേ ഈ കുട്ടി എല്ലാ ദിവസവും 6 മണിക്ക് ദിവ്യബലിക്ക് വരും. അത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നോക്കി. അവിടെ നിന്ന് ഏതാണ്ട് 1/2 മണിക്കൂർ നടന്നാൽ മാത്രമേ അവരുടെ വീട്ടിലെത്തുകയുള്ളൂ. അത്രയും ദൂരമുണ്ട്. കണ്ണൂർ ഏരിയ തണുപ്പ് പ്രദേശമാണ്. അവിടെ നിന്ന് ഈ പള്ളി വരെയും 6 മണിക്ക് നടന്നെത്തണമെങ്കിൽ 5:30 എഴുന്നേക്കണം. അപ്പോൾ ഈ കുട്ടി എല്ലാ ദിവസവും വെക്കേഷന് ചെന്നാൽ എല്ലാ ദിവസവും കുർബാനക്ക് പോകുമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. അപ്പോൾ കോൺഫറൻസിൻ്റെ ടൈമിൽ ഞാൻ ചോദിച്ചു, ബ്രദറിനെ കുറിച്ച് പാരിഷ് പ്രീസ്റ്റ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നല്ല റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും വർഷത്തെ സെമിനാരി അഭ്യാസത്തിൽ നിന്നും ആണോ ഇത് ലഭിച്ചത് എന്ന് ചോദിച്ചു. എന്താണ് ഇതിൻ്റെ ഇൻസ്പയറിംഗ് ഫാക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറയുകയായിരുന്നു, അച്ഛൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചെറുപ്പത്തിലെ തന്നെ പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങളെ വിളിച്ചുണർത്തുമായിരുന്നുവെന്ന്. എന്നും കാലത്ത് അപ്പൻ്റെയും അമ്മയുടെയും ശബ്ദം കേട്ട് അവർ ഉണരുമായിരുന്നു. പള്ളിയിൽ പോകും, ഇന്ന് ഞായറാഴ്ചയാണ്. ഒഴിവ് ദിവസം കിട്ടുമ്പോഴും പറയും, ഇന്ന് ഒഴിവ് ദിനമല്ലേ, എഴുന്നേൽക്കും, കാലത്ത് തന്നെ പള്ളിയിൽ പോകുക എന്ന. അപ്പോൾ എല്ലാ ദിവസവും ഒഴിവ് ദിവസത്തിന് വേണ്ടി വന്ന ഈ കുട്ടിക്ക് ഈ ശബ്ദമാണ് മനസ്സിലേക്ക് വരുന്നത്, അപ്പൻ്റെയും അമ്മയുടെയും സ്വരം. അത് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഉറഞ്ഞുകൂടി. അതുകൊണ്ട് തന്നെ സെമിനാരിയിൽ ചേർന്ന് എത്രയധികം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ ഫോർമേഷനെ കുറിച്ചും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചും
കഴിച്ചിട്ടും അതൊന്നുമല്ല അവനെ എന്നും പള്ളിയിൽ പോയി കുർബാനയെ സംബന്ധിക്കുവാൻ പ്രേരിപ്പിച്ചത്, മറിച്ച് അപ്പൻ്റെയും അമ്മയുടെയും ആ സ്വരം. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും ആദ്യത്തെ സ്കൂളാണ് കുടുംബം എന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബമാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതിൽ ചില കുടുംബങ്ങൾ എടുത്തു പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ പോരായ്മയെ കുറിച്ച് ഞാൻ പറയും. ചില കുടുംബം എടുത്തു പറയുമ്പോൾ അതിൻ്റെ നന്മയെ കുറിച്ച് പറയും. ഓരോ കുടുംബത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിൽ ഏതാണ് എന്നിൽ നിന്നും അന്യം നിൽക്കുന്ന ക്വാളിറ്റിയെന്ന്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ കുറവ് എന്ന്. ആദ്യമായി നമുക്ക് ആദവും ഹവ്വായിലേക്കും പോകാം. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ്. ഹവ്വായെ സൃഷ്ടിച്ചത് വാരിയലിൽ നിന്നുമാണല്ലേ. എല്ലുകളുടെ ധർമ്മം എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ശരീരത്തിന് ആ ഒരു വടിവ് നിലനിർത്തുക എന്നുള്ളത് അല്ലേ, അതിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലുകളുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എല്ലിൽ നിന്നുമാണ് ഹവ്വായെ സൃഷ്ടിച്ചത്. ഇനി എങ്ങനെയുള്ള എല്ലായിരുന്നു അത്? വാരിയലാണല്ലേ. വാരിയൽ എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ, ഹാർട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കൂല്ലേ. ഈ ഹാർട്ട് എന്ന് പറയാറില്ലേ, ചിലർക്ക് പറയാറുണ്ട്, ഓ ഹൃദയമില്ലാത്ത മനുഷ്യൻ, ഇയാൾ എന്തൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ പറയും നല്ല ഹൃദയമുള്ള മനുഷ്യനാണ് അല്ലേ. അപ്പൊ ഈ ഹാർട്ടിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ആരാണ്? വാരിയലാണല്ലേ. ഈ വാരിയലിൽ നിന്നാണ് ഹവ്വായെ സൃഷ്ടിച്ചത്. അപ്പൊ ഹവ്വായുടെ ധർമ്മം എന്താണ്? പൊതിഞ്ഞ് സൂക്ഷിക്കണം അല്ലേ, പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ. ഇനി ആദം എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഹൃദയമായിരിക്കണം അല്ലേ. കല്ല് ഹൃദയമാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലേ. അതുമേലെ ഒരു വലിയ കമ്പി എടുത്ത് കുത്തിയാൽ അനങ്ങൂല, തിരിച്ച് തെറിച്ച് വരുള്ളൂ. അപ്പോൾ കല്ല് ഹൃദയമുള്ള മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? ഹൃദയമുള്ള ഒരു മനുഷ്യനായിരിക്കണം. ഭാര്യ എന്താ ചെയ്യേണ്ടത്? അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. ഇതാണ്, അതുകൊണ്ടാണ് ആദവും ഹവ്വായും അവർ ഏകരായിരിക്കുന്നത് നന്നല്ല എന്ന് തോന്നി ദൈവമാണ് അവരെ യോജിപ്പിച്ചത്. അവരുടെ തീരുമാനങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഇന്ന് നമ്മൾ അതിൽ നിന്നും ഒത്തിരി വ്യത്യാസപ്പെട്ടു പോയിരിക്കുന്നു. ഭാര്യ പറഞ്ഞ ഭർത്താവ് കേൾക്കുകയില്ല, ഇങ്ങനെയൊക്കെയാണ്. ഇനി ആ കുടുംബത്തിനും അതിൻ്റെതായ കുറവുകളുണ്ടായിരുന്നു. നമുക്കറിയാം എന്താണ് കുറവെന്നൊക്കെ. ഈ അടുത്ത കുടുംബം, നോഹയുടെ കുടുംബം എടുത്തു നോക്കാം. ഇന്നലെ പീറ്റർച്ചൻ പറഞ്ഞു നോഹയുടെ കുടുംബത്തെക്കുറിച്ചും ലോത്തിന്റെ കുടുംബത്തെക്കുറിച്ചും അല്ലേ. ഇനി നോഹയുടെ കുടുംബം എടുത്തു നോക്കുക. നോഹയോട് ദൈവം എന്താണ് പറഞ്ഞത്? വലിയൊരു പ്രളയം ഉണ്ടാകുവാൻ പോകുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറഞ്ഞു? ആ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച്, നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. നോഹ എവിടെയാണ് താമസിക്കുന്നത്? മലമുകളിലാണ്. ഈ മലമുകളിൽ താമസിക്കുമ്പോൾ മലമുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. ആദ്യം ബാക്കിയുള്ള സ്ഥലമൊക്കെ നടന്നാലേ മലമുകളിൽ വെള്ളപ്പൊക്കം വരുകയുള്ളൂ. അപ്പോ നോഹ പെട്ടകമുണ്ടാക്കുവാൻ തുടങ്ങിയപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ അവനെ കളിയാക്കി. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല, അവൻ പെട്ടകമുണ്ടാക്കുന്നു. നമ്മുടെ നാടൻ ഭാഷ പറയണേ എന്താ പറയാ, ഇത് ബോട്ടുണ്ടാക്കി കളിക്കണം എന്ന് പറയല്ലേ. നോഹ പെട്ടകമുണ്ടാക്കി. പെട്ടകമുണ്ടാക്കാൻ പറയുമ്പോൾ നോഹയുടെ വീട്ടുകാര്, ഭാര്യയും അതുപോലെ തന്നെ മക്കളും ഒക്കെ എന്താ ചെയ്തത്? സഹകരിച്ചല്ലേ. അപ്പം സാധാരണ ഇപ്പോഴത്തെ മക്കളാണെങ്കിൽ എന്ത് പറയും? അപ്പുറത്തെ വീട്ടിൽ ചെന്നു പറയും, ഞങ്ങളുടെ പരമട്ടായെന്ന് പറയും അല്ലേ. അപ്പൻ്റെ സ്കൂൾ കഴിഞ്ഞ അപ്പൻ്റെ ബോട്ടുണ്ടാക്കാൻ പോകുന്നു പറയും അല്ലേ. പക്ഷേ നോഹയുടെ മക്കൾ അങ്ങനെ ചെയ്തില്ല. നോഹ പറഞ്ഞപ്പോൾ, ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പറഞ്ഞപ്പോൾ മക്കളും ബോട്ടുണ്ടാക്കുവാൻ വേണ്ടി അപ്പൻ്റെ കൂടെ കൂടി. അവരെല്ലാവരും കൂടിയാണ്, ആ കുടുംബം മുഴുവനും കൂടി. എന്നിട്ട് ആ ബോട്ടുണ്ടാക്കി. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക്
രക്ഷ ലഭിക്കുന്നതും. അപ്പൊ ഇന്ന് നമുക്കറിയാം ആധുനിക തലമുറ കുടുംബത്തിൽ നിന്നൊക്കെ എത്രയധികം മാറിപ്പോയിരിക്കുന്നു. അപ്പനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടികൾ. ചിലപ്പോഴൊക്കെ ചില അപ്പനും അമ്മയൊക്കെ പറയാറുണ്ട്, അച്ഛൻ പണ്ടൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ അവർ അനുസരിക്കുമായിരുന്നു, ഇപ്പൊ ഇങ്ങാട് വരാൻ പറഞ്ഞ അങ്ങാട് പോകുമെന്ന്. എന്തുപറ്റി? ഈ ആ ഒരു അപ്പനും അമ്മയ്ക്കും ഒരു അധികാരമുണ്ട്. ഈ അധികാരം നഷ്ടപ്പെട്ടു പോയി. അധികാരം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് മക്കളുടെ മേൽ അധികാരം കിട്ടും. ഒന്നാമതായി നമ്മൾ സ്നേഹിക്കുമ്പോൾ. സ്വന്തം അപ്പനാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ അധികാരമുണ്ട്. അപ്പൊ പറയാം, നിനക്ക് നാളെ ഞാൻ ഭക്ഷണം നിന്നെ ഞാൻ പട്ടിണി ഇടും. അപ്പൊ പട്ടിണി കിടക്കണമെന്ന് പേടിച്ചിട്ട് അവൻ അനുസരിക്കും. അതൊരു അനുസരണം. മറിച്ച് സ്നേഹിക്കുമ്പോൾ, അപ്പൻ മക്കളെ സ്നേഹിക്കുമ്പോൾ മക്കൾ അനുസരിക്കും. കാരണം മകനറിയാം അപ്പൻ എന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നോട് പറയുന്നത് എന്ന്. അപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അനുസരിക്കും. അപ്പോൾ ആ അധികാരം വരുന്നത് സ്നേഹത്തിൽ നിന്നുമാണ്. ഇനി ഈ രണ്ട് അധികാരത്തിൽ ചിലപ്പോൾ ചില അപ്പനും അമ്മയും എന്ന് പറയും, കുഞ്ഞായിരുന്നപ്പോൾ അവർ അനുസരിച്ചു, ഇപ്പോൾ അനുസരിക്കുന്നില്ല എന്ന്. കുഞ്ഞായിരുന്നപ്പോൾ എന്താണ്? എൻ്റെ അധികാരം അത് ഉപയോഗിച്ച് ഞാൻ അവരെ അടിച്ചിരുത്തി. അവൻ വലുതാവാൻ പറയും, പോയി പണി നോക്കാൻ പറയും. അധികാരം വർക്കിയില്ല. മറിച്ച് ഈ അധികാരം സ്നേഹത്തിൽ നിന്നുമാണെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ വളർന്നു വലുതായാലും, എത്ര വലുതായാലും അവനല്ലെങ്കിൽ അവൾ ആ അപ്പനും അമ്മയെയും സ്നേഹിക്കും. കാരണം എന്താണ്? അപ്പനും അമ്മയും ഞങ്ങളെ ശിക്ഷിച്ചതും ഞങ്ങളെ ശാസിച്ചതുമെല്ലാം സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന അധികാരം ഉണ്ടെങ്കിൽ മക്കൾ പറഞ്ഞാൽ അനുസരിക്കും. ചിലപ്പോൾ അവരുടെ ലോജിക്കിൽ, അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, റീസണിങ്ങിന്റെ പുറത്തുള്ള സംഗതികൾ പോലും പറയുമ്പോൾ അവർ അനുസരിക്കും. അതിന് സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന അധികാരം വേണം. ഇത്തരത്തിലുള്ള ഒരു അധികാരം നോഹയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോഹ പറഞ്ഞപ്പോൾ മക്കൾ അനുസരിച്ചത്. അല്ലെങ്കിൽ മക്കൾ പറയുമായിരുന്നു, അപ്പ മലമുകളിൽ ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോണില്ല, അതുകൊണ്ട് അപ്പം വേണമെങ്കിൽ മഞ്ച ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോയി വേറെ പണി നോക്കട്ടെ എന്ന്. പക്ഷേ നോഹയുടെ കുടുംബം മുഴുവൻ ഈ വഞ്ചി ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. അവർ കുടുംബം ഒന്നാക്കി പരിശ്രമിച്ചു, കുടുംബം ഒന്നാക്കി രക്ഷപ്പെടുന്നുണ്ട്. ഇനി അടുത്ത കുടുംബമാണ് ഇസഹാക്കിന്റെ കുടുംബം. ഇസഹാക്കിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഏസാവും യാക്കോബും, അല്ലെ? ഇസഹാക്കിന്റെ രണ്ട് മക്കളാണ് ഏസാവും യാക്കോബും. എന്നിട്ട് എന്ത് പറ്റി? ഇളയ മകൻ യാക്കോബ് ജ്യേഷ്ഠനെ വഞ്ചിക്കുന്നുണ്ടല്ലേ? എത്ര പ്രാവശ്യം വഞ്ചിച്ചു? 2 പ്രാവശ്യം വഞ്ചിച്ചത്. ആദ്യത്തെ പ്രാവശ്യം എന്ത് ചെയ്തത്? പായസം ഉണ്ടാക്കി കടിഞ്ഞൂൽ പുത്രാവകാശം തട്ടിയെടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്തു? അവകാശം തട്ടിയെടുത്തു, അല്ലെ? നല്ല രുചിയേറിയ ഭക്ഷണം കൊണ്ടുവന്നിട്ട് അവന്റെ ആ ഒരു അനന്തര അവകാശം, ദ ഫൈനൽ ബ്ലെസ്സിങ്, പെട്രിയാർക്കൽ ബ്ലെസ്സിങ് തട്ടിയെടുത്തു. അപ്പോ ഈ 2 സംഭവങ്ങളെ കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഈ കുടുംബത്തിലെ അമ്മയുടെ പ്രത്യേകത എന്താണ്? അമ്മ എന്ത് ചെയ്തു? ആ മകനെ പ്രേരിപ്പിച്ചു. ഇനി ഈ 2 സംഭവങ്ങളും നമ്മളൊന്ന് വിശകലനം ചെയ്യുവാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ട് തൻ്റെ കടിഞ്ഞൂൽ പുത്രാവകാശം അവൻ വിറ്റു? അവൻ പറയുന്നുണ്ട്, എന്താണ്? ഞാൻ വിശന്നു ചാകാറായി. ഉൽപ്പത്തി 27-ാം അധ്യായത്തിൽ പറയുന്നതാണ്. ഞാൻ വിശന്ന് ചാകാറായി, ഇനി ഈ കടിഞ്ഞൂൽ പുത്രാവകാശം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനം? അപ്പോൾ അവന്റെ ശാരീരികമായ വിശപ്പിന് വേണ്ടി അവന് ദാനമായി ലഭിച്ച അവന്റെ ആത്മീയമായ ദാനം അവൻ വിറ്റു തുലച്ചു. വെറും പയറു പായസത്തിന് വേണ്ടി
തൻ്റെ കടിഞ്ഞൂൽ പുത്രാവകാശം വിറ്റു, അല്ലേ? ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. നൈമിഷികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും ഉടച്ചു കളയാറുണ്ട്. ഒരിക്കല് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മാവൻ ഒരു നല്ല പളുക്ക് പാത്രം, ഒരു ഫ്ലവർ വാസിനെ പളുക്ക് പാത്രം സമ്മാനമായി നൽകി. ഈ കുട്ടിയാകട്ടെ വിവാഹം കഴിഞ്ഞപ്പോൾ പോലും ഒത്തിരി നാളത് സൂക്ഷിച്ചു. വിവാഹം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ഈ പളുക്ക് പാത്രവും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നു അവിടെയും സൂക്ഷിച്ചു വെച്ചു, ഒത്തിരി വർഷം സൂക്ഷിച്ചു വെച്ചു. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഉണ്ടായി. ഒരിക്കൽ ഇവൾ കിടക്കുകയും ഈ പെട്ടി തുറന്ന്, ഇരുമ്പ് പെട്ടി തുറന്ന് നോക്കും എന്തൊക്കെയുണ്ട്, പഴയ ഓർമ്മകൾ പുതുക്കുവാൻ വേണ്ടി. ഒരു ദിവസം ആരുമില്ലാതിരുന്നപ്പോൾ ഇങ്ങനെ തുറന്നപ്പോൾ കൊച്ചുകുട്ടി ഇത് കണ്ടു. പിറകിൽ നിന്ന് വന്ന് ഈ പളുക്ക് പാത്രത്തിൽ പിടുത്തമിട്ടിട്ട് പറഞ്ഞു, ഇതെനിക്ക് കളിക്കുവാൻ വേണ്ടി വേണം. അപ്പോൾ അമ്മ പറഞ്ഞു, ഒത്തിരി വർഷങ്ങളായി ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. മകൻ ഇതെടുത്ത് കളിച്ചാൽ ഇത് ഉടഞ്ഞു പോകും, അതുകൊണ്ട് ഇത് ഞാൻ തരില്ല, വേറെ എന്തെങ്കിലും എടുത്ത് കളിച്ചു കൊടുക്കുക. പക്ഷേ ഈ കുട്ടിക്ക് പിടിവാശിയായിരുന്നു, അതിനുള്ള പിടുത്തമിടുന്നില്ല. അവസാനം ഈ അമ്മ പറഞ്ഞു മനസ്സിലാക്കി, ഇത് ഉടച്ചു കളയരുത്, ഒത്തിരി വിലപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തു. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ അടുക്കളയിലെ ജോലിയിൽ വ്യാപൃതയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി നിലവിളിക്കുകയാണ്, ഭയങ്കരമായ നിലവിളി. അമ്മ അടുക്കളയിൽ നിന്ന് ഓടി വന്ന് നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ കൈവിരല് പളുക്ക് പാത്രത്തിൽ ഉടക്കിയിരിക്കുകയാണ്. അമ്മ വേഗം തന്നെ കുട്ടിയുടെ കൈവിരല് അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ഉടനെ ആ പളുക്ക് പാത്രം ഉടച്ചു കളഞ്ഞു. എന്നിട്ട് കൈ മോചിപ്പിച്ചെടുത്തു. അതിൽ നിന്ന് വിരല് അതിനുള്ളിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉടച്ചു കളഞ്ഞപ്പോൾ ഈ അമ്മ ഒരു കാര്യം കണ്ടു. ഈ കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു 1 രൂപ നാണയം ഇരിക്കുന്നു. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ 1 രൂപ നാണയം ഈ ഫ്ലവർ വാസിനുള്ളിലേക്ക് എങ്ങനെയോ പോയി. ഈ കുട്ടി ആകട്ടെ അതെടുക്കുവാൻ വേണ്ടി 2 വിരലിട്ടു. ആ നാണയത്തിന് മുറുകെ പിടിച്ചു. കൈവിരൽ മുറിഞ്ഞിട്ട് പോലും ഈ കുട്ടി നാണയത്തിൽ നിന്ന് പിടിവിട്ടില്ല. ആ നാണയത്തിൽ നിന്ന് പിടിവിട്ടിരുന്നെങ്കിൽ കൈവിരൽ പോരുമായിരുന്നു. പക്ഷെ ചോര വന്നിട്ട് പോലും ഈ നാണയത്തിൽ നിന്ന് പിടിവിടാതെ ഇരുന്നപ്പോൾ കൈവിരൽ ഉള്ളിൽ നിന്ന് പോരുന്നില്ല. അങ്ങനെയാണ് ഈ പളുക്ക് പാത്രം ഉടയ്ക്കേണ്ടി വന്നത്. അങ്ങനെ ഉടഞ്ഞു പോയി. ഇനി നമുക്കുള്ള സന്ദേശം ഇതാണ്. അതായത് അത്രയും വർഷം സൂക്ഷിച്ചു വച്ച ഈ പളുക്ക് പാത്രം എന്തുകൊണ്ട് ഉടഞ്ഞു പോയി? ഈ കുഞ്ഞിനോട് ആരോ പറഞ്ഞു, ഈ 1 രൂപ നാണയം കൊടുത്താൽ ചോക്ലേറ്റ് കിട്ടും. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 1 രൂപ നാണയം പളുക്ക് പാത്രത്തേക്കാൾ ഒത്തിരി മൂല്യമേറിയതാണ് എന്ന് ആരോ പറഞ്ഞു. അങ്ങനെ ആ ഒരു ബോധ്യം ഉള്ളിൽ ഉറച്ചതുകൊണ്ട് കുഞ്ഞ് 1 രൂപ നാണയത്തിൽ നിന്ന് പിടിവിടുന്നില്ല. പിടിവിടാതെ ആയപ്പോൾ ഒത്തിരി നാൾ സൂക്ഷിച്ച ഈ പളുക്ക് പാത്രമാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി ഒത്തിരിയേറെ കാലം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നമ്മളുടെ പവിത്രത, നമ്മൾ കാലങ്ങളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പളുക്ക് പാത്രങ്ങൾ പലതും ചിലപ്പോൾ ഉടഞ്ഞു പോകാറുണ്ട്. നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, നൈമിഷികതയ്ക്ക് വേണ്ടി നമ്മൾ മൂല്യങ്ങളൊക്കെ കാറ്റിൽ പറത്താറുണ്ട്. ഓർക്കുക, ഈ കുഞ്ഞിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അവിടെ അമ്മയുടെ ആ വലിയ നിധി നഷ്ടപ്പെട്ടു പോകുന്നു. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കടിഞ്ഞൂൽ പുത്രാവകാശത്തിന് വേണ്ടി അവൻ യാക്കോബ് പരിശ്രമിക്കുമ്പോൾ ഏസാവ് അത് വിട്ടുകൊടുക്കുന്നത് വെറും പയറ് പായസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൗകികമായ കാര്യത്തിന് വേണ്ടി അന്നുവരെയും കാത്തു സൂക്ഷിച്ചത് അവൻ നശിപ്പിച്ചു കളയുന്നു. ഇനി രണ്ടാമതായിട്ട് നാം കാണുന്നു, നല്ല ഭക്ഷണം, രുചിയേറിയ ഭക്ഷണം കൊണ്ടുവന്നുകൊണ്ട് യാക്കോബ് ഏസാവിൻ്റെ
റൈറ്റ് പെട്രിയാർക്കൽ ബ്ലെസ്സിങ് തട്ടിയെടുക്കുന്നതായിട്ട്. അപ്പൻ ചോദിക്കുന്നുണ്ട് മകനോട്, മകന് നിന്റെ ശരീരം ഏസാവിൻ്റെതാണെങ്കിലും നിന്റെ ശബ്ദം യാക്കോബിൻ്റെതാണല്ലോ എന്ന്. അവിടെ എന്താ സംഭവിക്കുന്നത്? സ്വരവും അല്ലെ വാക്കും പ്രവൃത്തിയും ഒത്തുപോകുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒത്തുപോകാറില്ല അല്ലെ. ചിലപ്പോൾ ചിലരൊക്കെ സത്യം ചെയ്യും, ഞാനത് ചെയ്തേക്കാം, ചെയ്യൂല. ഇതുപോലെയാണ് നിന്റെ സ്വരം യാക്കോബിൻ്റെതാണല്ലോ, പക്ഷെ നിന്റെ ശരീരം ഏസാവിൻ്റെതും. രണ്ടും തമ്മിൽ ഒത്തുപോകുന്നില്ല. ഇവിടെയാണ് ചിലപ്പോഴൊക്കെ വിവാഹത്തിന്റെ അവസരത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പറയും, സ്നേഹം എന്താണ്, സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലായ്പ്പോഴും ഞങ്ങള് ഒന്നിച്ച് നിൽക്കാമെന്ന്, മരണം വരെ ഒന്നിച്ച് നിൽക്കാമെന്ന്. അത് കഴിയുമെന്ന് പറയും, എല്ലാം കഴിയുമെന്ന് പറയും. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അന്ന് പള്ളിയിൽ പറഞ്ഞതല്ലേ, അതിന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അപ്പൊ പള്ളിയിൽ പറയണത് വേറെ, പുറത്ത് പറയണത് വേറെ. അതല്ലേ ചിലപ്പോഴൊക്കെ അവിടെ ഒരു പ്രയോഗമുണ്ട്, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. അതായത് പള്ളി പറയണത് നടക്കൂലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വളരെ അകന്നു പോകുന്നു. അതുകൊണ്ടാണ് അപ്പൻ പറഞ്ഞത്, ഇസഹാക്ക് പറഞ്ഞു, മകനെ നിന്റെ ശബ്ദം യാക്കോബിൻ്റെതാണെങ്കിലും നിന്റെ ശരീരം ഏസാവിൻ്റെതാണെങ്കിലും നിന്റെ ശബ്ദം യാക്കോബിൻ്റെതാണല്ലോ എന്ന്. വാക്കും പ്രവൃത്തിയും ഒത്തുപോകാതിരിക്കുന്നു. ഇനി ഈ വാക്കും പ്രവൃത്തിയും ഒത്തുപോകാതെ എന്തുകൊണ്ടാണ്? അമ്മയാണല്ലേ കാരണം. കുടുംബത്തിൽ അമ്മ നല്ലതാണെങ്കിൽ കുടുംബം നല്ലതായിട്ട് വരും. അമ്മമാർക്ക് വലിയ റോളുണ്ട്. ഈ അമ്മ എന്താ ചെയ്തത്? അവൻ പറഞ്ഞു ശാപം കിട്ടും, എനിക്ക് ശാപം ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പൊ അമ്മ പറഞ്ഞു ആ ശാപം എന്റെ മേലെ ഇരിക്കട്ടെ, മകനെ നീ പോയി അമ്മനെ ചതിച്ചു എന്ന്. ചില അമ്മമാര് അങ്ങനെയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അമ്മമാര് നല്ലതാണെങ്കിൽ കുടുംബം നല്ല രീതിയിൽ പോകും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് അങ്ങോട്ട് വഞ്ചനയുടെ ആൾരൂപമായിട്ട് മാറിയാണ്, ഒരുപാട് വഞ്ചിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏസാവ് ഒരുപാട് വ്യത്യസ്തതയുള്ള മനുഷ്യനാണ്. യാക്കോബ് ലാബാന്റെ അടുത്ത് പോയി താമസിച്ചു പേടിച്ചിട്ട്, എന്നെ കൊന്നു കളയുമോ എന്ന് പേടിച്ചിട്ട് അവൻ ഓടിപ്പോയി ലാബാന്റെ അടുത്ത് താമസിച്ചു. പിന്നീട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഏസാവിനെ കാണാൻ വേണ്ടി തിരിച്ചു വരുന്നു. എന്തൊക്കെ കൊണ്ടുവന്നു? ആടുമാടുകള്, സ്വർണം, ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പോ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച്. കാരണം തിരിച്ചു വരുമ്പോൾ എന്റെ ജ്യേഷ്ഠൻ എന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്? ആ പഴയ പല പ്രാവശ്യമായിട്ട് വഞ്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയാണ്. അപ്പൊ അവൻ മനസ്സിൽ ചിന്തിച്ചു, കാരണം ഉള്ളിൽ ഒരുപാട് കുടിലതയുള്ള മനുഷ്യനാണ്. ആദ്യം ഞാൻ ഒരു ഗണത്തെ വിടും, എന്റെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട്, എന്നിട്ട് അവരോട് പറയും, നീ എന്റെ ജ്യേഷ്ഠനെ കാണുമ്പോൾ ജ്യേഷ്ഠനായ ഏസാവിനോട് പറയണം, നിന്റെ അനുജൻ വരുന്നുണ്ട്, നിനക്ക് വേണ്ടി സമ്മാനമായി കരുതിയ വസ്തുക്കളാണ് ഇതൊക്കെയെന്ന്. സ്വർണം വെള്ളി എല്ലാം കൊടുത്തഴിച്ചിരിക്കുകയാണ്. ജ്യേഷ്ഠനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഇത്രയധികം ഗിഫ്റ്റുമായിട്ട് വിടുകയാണ്. ഒത്തിരി ആൾക്കാരെ രണ്ട് ഗ്രൂപ്പായിട്ട്, ആദ്യത്തെ ഗ്രൂപ്പിനെ അവൻ കൊന്നുകളയുകയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പിന്നിലാണ് യാക്കോബ് വരുന്നത്. അപ്പോൾ അവൻ വീണ്ടും കോപിഷ്ഠനാണെങ്കിൽ എനിക്ക് ഓടി രക്ഷപ്പെടാം, അതുകൊണ്ട് ചതിയാണല്ലേ അവിടെ വീണ്ടും. അങ്ങനെ വരികയാണ്. വരുമ്പോൾ ഏസാവ് എന്താ ചെയ്തത്? വന്ന് പറഞ്ഞ് നിന്റെ അനുജൻ വരുന്നുണ്ട്, നിന്റെ അനുജൻ സമ്മാനമായി തരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഏസാവ് അതൊന്നും നോക്കിയില്ല, ആരെയും ഒന്നുമില്ല, നേരെ മുന്നോട്ട് വന്നു. എന്റെ അനുജൻ ഇവിടെ ഓടി വന്നു യാക്കോബിനെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. അങ്ങനെ അത്രയധികം സ്നേഹം പ്രകടമാക്കി. ഇത്രയും ചതിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു ജ്യേഷ്ഠനാണല്ലേ. കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്, നിന്നെ കാണുവാൻ ഒത്തിരി ആഗ്രഹിച്ചു എന്ന്. അപ്പോൾ അവൻ വിചാരിച്ചു എന്നെ കൊല്ലുമെന്ന്. പക്ഷെ കൊന്നില്ല, മറിച്ച് ചുംബിക്കുകയായിരുന്നു. ഇങ്ങനെ നിരുപാധികം ക്ഷമിച്ചപ്പോൾ യാക്കോബ് എന്താ പറഞ്ഞത്?
യാക്കോബിന് വാക്ക് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് യാക്കോബ് പറഞ്ഞു, ജ്യേഷ്ഠ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നതെന്നാണ്. ജ്യേഷ്ഠ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നുവെന്നാണ്. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ എന്തോരം ചതിച്ചാലും, മനുഷ്യൻ എന്തോരം തെറ്റ് ചെയ്താലും, എന്തൊക്കെ ചെയ്താലും ക്ഷമിക്കും, സ്നേഹിക്കും, ചുംബിക്കും. ഇതാണ് യാക്കോബ് വിചാരിച്ചു, എന്നെ കൊല്ലാൻ വരുന്നു, അവൻ എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി വരുന്നതാണ് എന്ന്. പക്ഷേ ഏസാവ് അതൊന്നും ചെയ്തില്ല. വന്നു, ചുംബിച്ചു, സ്നേഹിച്ചു. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നുവെന്നാണ്. അപ്പോ സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും കഴിയുമെങ്കിലോ നമ്മളിലേക്ക് മുഖം എങ്ങനെയാകും? ദൈവത്തിന്റെ മുഖം പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് കുമ്പസാരം കഴിയുമ്പോൾ മനസ്സിൽ ഒരു ഫ്രീഡം തോന്നുന്നത്, ഒരു ഇന്നർ ഫ്രീഡം തോന്നാറുണ്ട്. ഇപ്പോൾ ബ്രദർ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്കറിയാം എപ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്? മനസ്സ് ഫ്രീ ആയിരിക്കുമ്പോൾ, പാപങ്ങളുടെയൊക്കെ കെട്ടിൽ നിന്നും നമ്മൾ മോചനം പ്രാപിക്കുമ്പോൾ മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാവുകയുള്ളൂ. പാപത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരത്ഭുതം ഉണ്ടാവുകയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരടയാളങ്ങളും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ എപ്പോൾ നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും ഏറ്റുപറയുവാനും കഴിയുന്നുവോ അപ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെതുപോലെ ആയിത്തീരുകയുള്ളൂ. അനുജൻ പറയുകയാണ്, ജ്യേഷ്ഠ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നുവെന്ന്. അത്രയേറെ മാറ്റം. കാരണം അവൻ ഒത്തിരിയേറെ പ്രതീക്ഷിച്ചു, പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി സംഭവിക്കുമ്പോൾ ഒത്തിരി സ്നേഹിക്കുകയാണ്. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛോ എൻ്റെ അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന്. അപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അവൻ 10ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ എന്തോ ഒരു കുറ്റം ചെയ്തപ്പോൾ ശിക്ഷിക്കുവാൻ വേണ്ടി വലിയ വടിയെടുത്ത് അടിക്കുവാനായി ഓങ്ങി. അപ്പോൾ ഈ കൊച്ചുകുട്ടി കൈകൂപ്പി നിന്നുകൊണ്ട് കരഞ്ഞ് ഒട്ടുകുത്തി നിന്നും ഈ അപ്പൻ്റെ മനസ്സാകെ മാറിപ്പോയി. എന്നിട്ട് ഈ അപ്പൻ പറഞ്ഞു, മകനെ ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത് നീ നന്നാകാൻ വേണ്ടിയാണ്. പിന്നീട് അദ്ദേഹം ഈ കുട്ടിയെ ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് ആ വ്യക്തി എൻ്റെ അടുത്ത് പറയുകയാണ്, പിന്നീട് ഒരിക്കലും അതുപോലെയുള്ള പാപങ്ങൾ ചെയ്യുവാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അപ്പൻ്റെ വാക്കുകൾ, മകനെ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നത് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ആ കുട്ടിയെ അടിച്ചില്ല. അപ്പോൾ അടി പ്രതീക്ഷിച്ചുകൊണ്ട് കൈകൂപ്പി കണ്ണടച്ച് പേടിച്ച് കരഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി അടിയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അടിക്ക് പകരം തോളിൽ കൈവച്ചിട്ട്, മകനെ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നത് നന്നാകാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ബ്രേക്കാണ്, വലിയ മാറ്റത്തിന് കാരണമായി. ഇതുപോലെയാണ് ചിലപ്പോഴൊക്കെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലത് സംഭവിക്കുമ്പോൾ നമ്മളിൽ ഉള്ളിനുള്ളിൽ ഇത്തിരി മാറ്റമുണ്ടാകും. ഇതുപോലെ ഒരു മാറ്റമാണ് യാക്കോബിനുണ്ടാകുന്നത്. ഏസാവ് വന്നു, കൊല്ലുമെന്ന് പ്രതീക്ഷിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. വലിയ മാറ്റമുണ്ടായി. അതുകൊണ്ടാണ് ജ്യേഷ്ഠന്റെ മുഖത്തിൽ ഇത്രയും നാളും ക്രൂരനായ പൈശാചികമായ ഒരു മുഖം കണ്ടിരുന്ന യാക്കോബ് അതുവരെയും അങ്ങനെ കണ്ടിരുന്നുവെങ്കിലും ക്ഷമിച്ചപ്പോൾ സ്നേഹിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ മുഖം ജ്യേഷ്ഠന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നവരാണ്. അതെ, ക്ഷമിക്കുമ്പോഴാണ് നമ്മളുടെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ആകുന്നത്. നമുക്ക് ക്ഷമിക്കാൻ മറ്റുള്ളവരോട്. ഇനി ഇസ്ഹാക്കിന്റെ കുടുംബത്തിന് ശേഷം യാക്കോബിന്റെ കുടുംബം, യാക്കോബിന്റെ മക്കള്, ഒത്തിരി മക്കളുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജോസഫ്, അല്ലേ? ജോസഫ് ഒത്തിരി നാളുകൾക്ക് ശേഷം തൻ്റെ പിതാവിനെ കാണുവാൻ ഇടയാകുന്നുണ്ട്. അവിടെയും ജോസഫിന്റെ വഴികളിലൂടെ ദൈവം ജോസഫിനെ നയിക്കുന്നുണ്ട്. ജോസഫിനെ നയിച്ചു. ജോസഫ് മൂലം തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും വലിയ വിപത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നുണ്ട്.
അവിടെയും വലിയ ക്ഷമയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവന്റെ സഹോദരന്മാരോട് ക്ഷമിക്കുന്നു. തന്നെ വിറ്റുകളഞ്ഞ, തന്നെ കൊല്ലുവാൻ ശ്രമിച്ച, നശിപ്പിക്കുവാൻ ശ്രമിച്ച തന്റെ സഹോദരന്മാരോട് ജോസഫ് ക്ഷമിക്കുന്നുണ്ട്. രാജാവിന്റെ ഏറ്റവും വലിയ പദവി കൈയാളുന്ന അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മുറിയിൽ പോയി വിതുമ്പി കരഞ്ഞു. അത്രയധികം അവരെ സ്നേഹിച്ചു. തന്നോട് ഇത്രയധികം കൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ സഹോദരന്മാരോട് ജോസഫ് ക്ഷമിക്കുന്നുണ്ട്. തന്റെ പിതാവിനെ കാണുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെയും ക്ഷമിക്കുന്ന ആ വലിയ സ്നേഹം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കുടുംബത്തിന്റെ വിജയത്തിന്റെ പിന്നിലും അത് തന്നെയാണ്. അവന്റെ സഹോദരന്മാരോട് ക്ഷമിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ ക്ഷമിച്ചപ്പോഴാണ് സഹോദരന്മാർക്ക് ഒരുപാട് സമ്മാനങ്ങളും അവരെ സ്നേഹിക്കുവാനും ജോസഫിന് കഴിയുന്നത്. നമ്മൾ പലപ്പോഴും ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത കുടുംബം നമ്മൾ കാണുന്നത് എൽക്കാന അന്ന ദമ്പതികൾ. എൽക്കാന അന്ന ദമ്പതികളെ കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ ബൈബിളില്. അവിടെ എൽക്കാനയ്ക്കും അന്നയ്ക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല. എൽക്കാനയുടെ മറ്റു ഭാര്യമാരിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് സാമുവേൽ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ ടൈമില് മക്കൾ ഉണ്ടായില്ല എങ്കിൽ അത് വലിയൊരു കേഴ്സ് ആയിട്ടാണ് അവരെടുക്കുന്നത്, വലിയ ശാപമായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് അന്നയ്ക്ക് ഒത്തിരി ദുഃഖമായിരുന്നു. ഒരിക്കലും 1-ാം അധ്യായം ഏതാണ്ട് 9-10 വാക്കുകളിൽ പറയുന്നത് ഇങ്ങനെയാണ്. അന്നയോട് എൽക്കാന പറയുന്നുണ്ട്, അന്ന, നിന്റെ എന്റെ മറ്റു 10 പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ ഞാൻ നിന്റെ കൂടെയില്ലേ? ഞാനുള്ളപ്പോൾ നീ എന്തിനു വിഷമിക്കണം? പക്ഷേ അന്നയെ ആശ്വസിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കലും ഒരു പരിപാടിയിൽ, ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പുരോഹിതൻ വന്നു, ഏലി വന്നു നോക്കിയപ്പോൾ അന്ന ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഏലി തെറ്റിദ്ധരിച്ചു. കാരണം അവിടെ വലിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏലി വിചാരിച്ചു അന്ന വീഞ്ഞു കുടിച്ച് ഉന്മത്തയായിട്ട് ദേവാലയത്തിൽ വന്നിരിക്കുകയാണ് എന്ന്. അതുകൊണ്ട് ഏലി അന്നയെ ശാസിക്കുന്നുണ്ട്. നീ വീഞ്ഞു കുടിച്ച് ഉന്മത്തയായിട്ട് ഈ ദേവാലയത്തിൽ വന്നിരിക്കുകയാണോ എന്ന്. അപ്പോ അന്ന പറയുന്ന ഉത്തരം അത് വളരെ ഹൃദയസ്പർശിയാണ്. ഞാൻ വീഞ്ഞു കുടിച്ച് ഉന്മത്തയായിട്ടിരിക്കുകയല്ല, മറിച്ച് എന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നുവെന്നാണ്. അതെ, വേറെ ആരും എനിക്ക് സഹായത്തിനില്ല. ചുറ്റുപാട് നോക്കുമ്പോൾ പരിഹാസമാണ്. എല്ലാവരും പരിഹസിക്കുന്നു. മക്കളില്ലാത്തവൾ, ശപിക്കപ്പെട്ടവൾ. പണ്ടുകാലത്ത് മക്കളില്ലായെങ്കിൽ ശപിക്കപ്പെട്ടവളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ അവൾക്ക് മടിയായിരുന്നു. ഒരു വിഡ്രോയിങ് പേഴ്സണാലിറ്റി അവൾ ഫോം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം. അതുകൊണ്ട് ദേവാലയത്തിൽ വന്നു. എല്ലാം പകരുവാൻ കഴിയുന്നവൻ, എന്തു പറഞ്ഞാലും എന്നെ പരിഹസിക്കാത്ത വ്യക്തി, എന്റെ കൂടെ നിൽക്കുന്ന, എന്നെ മുഴുവനായി ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തെ കാണുവാൻ കഴിഞ്ഞു അവൾക്ക്. അതുകൊണ്ടാണ് ഹൃദയവികാരങ്ങൾ പകരുന്നത്. എല്ലാവരുടെ അടുത്തും ഹൃദയവികാരങ്ങൾ പകരാറില്ല. ദൈവത്തിന്റെ അടുത്ത് ഹൃദയവികാരങ്ങൾ പകർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്, അല്ലെ, സാമുവേൽ. അപ്പോൾ എൽക്കാനയ്ക്കും അന്നയ്ക്കും ഒരു കുഞ്ഞിനെ ലഭിച്ചു. എപ്പോഴാണ്? ദൈവത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ, ദൈവത്തിൽ കൂടുതൽ, ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിച്ചപ്പോൾ, മറ്റുള്ളവരെ ആരെയും ആശ്രയിക്കുവാൻ സാധിക്കുകയില്ല, ദൈവം മാത്രമേ ആശ്രയത്തിനായി ഉള്ളൂ എന്ന ചിന്തയിൽ നിന്ന് അവൾ
ഒറ്റയ്ക്ക് ഏകനായി വന്ന ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോഴാണ് അവൾക്ക് സാമുവേലിനെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമുവേലിന് അവൾ പറയുന്നുണ്ട്, ദൈവം എനിക്ക് തന്നു, അതുകൊണ്ട് അതേ അർത്ഥം വരുന്ന രീതിയിൽ എനിക്ക് തന്ന ഈ സമ്മാനം ദൈവത്തിന് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുന്നുവെന്ന. ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുത്തു, ഈ സമ്മാനത്തെ ദൈവത്തിന് തിരിച്ചു കൊടുത്തു. അതുകൊണ്ടല്ലേ സാമുവേൽ ഏലിയുടെ കൂടെ ആയിരിക്കുന്നു. ഒരിക്കൽ ദൈവം സാമുവേലിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചപ്പോൾ അവൻ തെറ്റിദ്ധരിച്ചു. അവൻ എന്താ പറഞ്ഞത്? ഏലിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, അങ്ങനെ വിളിച്ചുപോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ വിളിച്ചില്ലല്ലോ. അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ ഏലിക്ക് മനസ്സിലായി ദൈവം ഈ കുട്ടിയെ വിളിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിന് ഉത്തരം പറയുവാനായിട്ട് പറഞ്ഞു, ബിഹോൾ ഐ ആം എന്ന് പറയുവാനൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ ഈ ഒരു ആശയം നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ അവൻ ദേവാലയത്തിനായിരുന്നിട്ടും ദൈവത്തിനെ മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഒത്തിരിയേറെ അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല, ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ദുഃഖങ്ങളും സഹനങ്ങളും തരുന്നു? ചിലപ്പോഴൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെയാണ് നമുക്ക് ഇതുപോലെയുള്ള ഓരോ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ഒക്കെ സഹായം ആവശ്യമായി വരുന്നത്. അവർ പറഞ്ഞു തരും അത് ദൈവമാണ് എന്ന്. ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുവാൻ നമുക്ക് കഴിയണം. ദേവാലയത്തിലായിരുന്നിട്ടും ദൈവത്തെ തിരിച്ചറിയുവാൻ സാമുവേലിന് കഴിഞ്ഞില്ല. അവിടെ മറ്റുള്ളവർ അവനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും അന്ന എൽക്കാന ഈ ദമ്പതികളുടെ ദൈവത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ആശ്രയം മൂലമാണ് അവർക്ക് ദാനമായി സാമുവേലിനെ ലഭിക്കുന്നത്. ഇനി മദർ ഓഫ് 7 ചിൽഡ്രൻ നമ്മൾ കാണുന്നത് 2 സാമുവേൽ ചാപ്റ്റർ 7 അത് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ആ അമ്മയുടെ ധീരത, മക്കളെ എങ്ങനെയാണ് ഈ അമ്മ ഉദ്ബോധിപ്പിക്കുന്നത്, ഇൻസ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കുക. മരണം മുന്നിൽ കണ്ടിട്ട് പോലും ഈ അമ്മ മക്കളെ ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട്. അവളുടെ ഭാഷയിൽ അവൾ പറയുന്നു, വളരെ രസകരമായ രീതിയിൽ. നമുക്ക് അതൊന്ന് വായിച്ചാൽ ഒരുപക്ഷെ കുറെ കൂടി ഇൻസ്പയർ ആവുന്നതാണ്. അതിലൂടെ ഒന്ന് കടന്നു പോകാം. സെക്കൻഡ് മാറ്ററീസ് 7-ാം അധ്യായം 22 മുതൽ. നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യരെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകുമെന്ന്. ഓരോ മക്കളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ മറുചട്ടിയിലിടുന്നു, ഒരാളുടെ തൊലി ഉരിഞ്ഞു കളയുന്നു, ഒരാളുടെ കഴുത്ത് ഛേദിക്കുന്നു. ഇങ്ങനെ 7 മക്കളെയും കൊന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ മക്കളെയും കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവരോട് പറയുകയാണ്, വിശ്വാസത്തെ പ്രതി നിങ്ങൾ നൽകുക എന്ന്. നിങ്ങളുടെ വിശ്വാസത്തെ പ്രതി നിങ്ങൾ ഇതൊക്കെ ഏറ്റെടുക്കുക എന്ന, ഈ വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കുക എന്ന ആ അമ്മയുടെ ഏറ്റവും വലിയ ധീരതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. തൻ്റെ മക്കളോട് പറയുന്നു, മക്കളെ വിശ്വാസം കൈവിട്ട് കളയരുത് എന്ന. ഇതുപോലെയാണ് കുടുംബത്തിലെ അമ്മമാരുടെ സ്ഥാനം. അമ്മമാർ പലപ്പോഴും മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഏതൊരു കുടുംബത്തിൻ്റെയും വിളക്കാണ് അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ ശ്രവിച്ചുകൊണ്ട് ഏറ്റവും ഇളയ കുട്ടി പോലും, അവനധികം പ്രായമായിട്ടില്ല, അവൻ പക്വതയിലേക്ക് വരുന്നുള്ളൂ.
പക്ഷേ അവനും തൻ്റെ ജ്യേഷ്ഠന്മാരുടെ വഴിയെ പോവുകയാണ്. പന്നി മാംസം ഭക്ഷിക്കുക എന്നതിനേക്കാൾ മരണം വരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ ഏറ്റവും ഇളയ കുട്ടി പോലും പ്രഖ്യാപിക്കുകയാണ്. ആ അമ്മ പ്രചോദിപ്പിച്ചു മക്കളെ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത്. 2 Maccabees chapter 7 വായിച്ചു നോക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലും നല്ല പ്രചോദനമാണ്. അതുപോലെ തന്നെ ഇനിയും ഒത്തിരി ഫാമിലി ഉണ്ട്. തോബിയാസിൻ്റെ ഫാമിലി, ജോസഫിൻ്റെ ഫാമിലി, അവരുടെയൊക്കെ തോബിയത്തിൻ്റെ പുസ്തകമൊക്കെ വായിച്ചു നോക്കുമ്പോൾ വസ്തുത്തിൽ നമ്മൾ ഒത്തിരി പ്രചോദനം ലഭിക്കുന്നു. ഇനി നമ്മളുടെ തിരുകുടുംബത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവ്, സെക്കൻഡ് മക്കബീസ് ആണ് ഞാൻ പറഞ്ഞത്, മാറിപ്പോയത്. 2 Maccabees chapter 7. ഓക്കെ, അപ്പോ ഇനി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ജീവിതം എടുത്ത് നോക്കുക. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ വരുന്നുണ്ട്. ഏതൊരു യുവാവിനെയും പോലെ അന്ന് കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന, ഇന്ന് നമ്മൾ പറയാറില്ലേ ആർക്കിടെക്ട് എന്നൊക്കെ, അത്രയധികം പ്രാധാന്യം ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇനി സെയിന്റ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നീതിമാനായിരുന്നു, സമൂഹത്തിൽ ഒത്തിരി വിലയുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയെ ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിക്കുന്നു, ഈ എൻ്റെ ഭാര്യയെ ഞാൻ ആരും അറിയാതെ ഉപേക്ഷിക്കുമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? കാരണം അവിടെ സാന്നിധ്യം എന്ന് പറയുന്ന ഒരു സഭയുണ്ട്. ഈ സഭയിൽ അതിന്റെ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റു ചെയ്തു എന്നറിയാൽ ആ വ്യക്തിയുടെ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടത് അത് അറിഞ്ഞ വ്യക്തിയുടെ കൂടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റിലെ പങ്കാളിയാണ്. അപ്പോൾ ഏതാണ്ട് ഈക്വൽ ശിക്ഷ ലഭിക്കും. ജോസഫിന് അറിയാമായിരുന്നു മേരി ഗർഭം ധരിച്ച് ഇരിക്കുകയാണ് എന്ന്. പക്ഷേ അതറിയാമായിരുന്നിട്ടും അദ്ദേഹം അത് സാന്നിധ്യ സഭയെ അറിയിക്കാതെ, ആരെയും അറിയിക്കാതെ ഉപേക്ഷിക്കുവാൻ പോവുകയാണ്. നല്ലൊരു മനസ്സാണ് അവിടെ കാണുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ പോകുമ്പോൾ ദൂതൻ വന്ന് പറഞ്ഞു, സംശയിക്കേണ്ട, ഒട്ടും തന്നെ ശങ്കിക്കേണ്ട, പരിശുദ്ധാത്മാവിനാൽ ദുരിതയാണ് എന്ന് പറയുമ്പോൾ അത് ഉള്ളിലേക്ക് എടുത്തിട്ട് അവളെ ഉപേക്ഷിക്കുന്നില്ല. തൻ്റെ ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊരു യുവാവിനെയും പോലെ തൻ്റെ ഭാവിയെ കുറിച്ച് വലിയൊരു സ്വപ്നം കണ്ടിരുന്ന ഔസേപ്പ് പിതാവ് തൻ്റെ സ്വപ്നം മുഴുവൻ മാറ്റിവെക്കുന്നു. ദൈവത്തിൻ്റെ സ്വപ്നം തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് നിറം പകർന്നവനാണ് ഔസേപ്പ് പിതാവ്. ഒത്തിരിയേറെ വെല്ലുവിളികൾ അതിനുശേഷം ഏറ്റെടുക്കുന്നുണ്ട്. തിരുകുടുംബത്തിലേക്ക് കണ്ടുപിടിക്കുമ്പോൾ കാണുന്നുണ്ട്, മറിയം ദൂത് നൽകിയതിന് ശേഷം ഒത്തിരി അസ്വസ്ഥതകൾ തന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അന്ന് വരെയും വെറും ഒരു യുവതിയായിരുന്ന, ജീവിതത്തിലധികം പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വെല്ലുവിളികൾ വരുന്നു. മറ്റുള്ളവർ പരിഹസിക്കുന്നു, മുറുമുറുക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇതിൻ്റെയൊക്കെ മധ്യത്തിലും അവൾ താൻ എടുത്ത തീരുമാനം, ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞു. അതിൻ്റെ കോൺസിക്വൻസ് മുഴുവനും അവൾ ഏറ്റെടുത്തു. അങ്ങനെ വിശുദ്ധ ഔസേപ്പ് പിതാവിനെയും മറിയത്തെയും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തിരുകുടുംബം, ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മെ വളരെ നല്ല രീതിയിൽ ഈ ഇന്നത്തെ ദിവസത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് നൽകുന്ന സന്ദേശവും ഇന്ന് തിരുകുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ നമുക്ക് ആകുവാൻ കഴിയുന്നുണ്ടോ? ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും ജീവിതത്തെക്കുറിച്ച്. പക്ഷേ ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ദൈവം നമ്മോട് പറയും, അതല്ല വഴി, മറ്റൊരു വഴിയെ പോവുക എന്നാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും സുഖലോലുപതയുടെ, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു വലിയ കോട്ട പടുത്തുയർത്തിയിരിക്കുമ്പോൾ ദൈവം വന്ന് പറയും, ഇതല്ല വഴി. അപ്പോൾ അത് ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ
യേശുവിന്റെ വളർത്തു പിതാവായതുപോലെ നമ്മൾ നല്ല മൂല്യങ്ങളെ വളർത്തുവാനായി, ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ചിലപ്പോഴൊക്കെ സ്വപ്നങ്ങളെയൊക്കെ പാടെ ഉപേക്ഷിക്കേണ്ടി വരും. അതിന് സന്നദ്ധരാകുമ്പോൾ നമുക്കും അഭിമാനിക്കാം, തിരുകുടുംബത്തെ പോലെ നമ്മുടെ കുടുംബവും ആയിത്തീരുന്നവരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പല കുടുംബങ്ങളിലൂടെ കടന്നുപോയി. അല്പസമയം കണ്ണടയ്ക്കാം, ഓരോ കുടുംബത്തിനെയും കുറിച്ച് ചിന്തിക്കാം. ആദത്തിൻ്റെയും ഹവ്വായുടെയും നോഹയുടെ, ലോത്തിൻ്റെ കുടുംബം, അബ്രഹാമിൻ്റെ കുടുംബം, ഇസഹാക്കിൻ്റെ കുടുംബം, യാക്കോബിൻ്റെ കുടുംബം, അന്ന, എൽക്കാന, ഇവരൊക്കെ കുടുംബങ്ങളിലൂടെ നമ്മൾ വിശകലനം ചെയ്തു ചിന്തിച്ചു. എൻ്റെ കുടുംബത്തിലും കുറവുകളുണ്ടെങ്കിൽ തിരുത്തുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ചൊല്ലിയിട്ടുള്ള നല്ല നന്മകൾക്ക് നന്ദി പറയാം. നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളികൾ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കുന്ന നിമിഷങ്ങളുണ്ടാകാം, കുറ്റപ്പെടുത്തുന്ന നിമിഷങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ വിശുദ്ധ പിതാവിനെ പോലെ കുടുംബത്തെ പരിപാലിക്കുന്നതിനായി, അതുപോലെ മറിയത്തെ പോലെ കുടുംബത്തിൻ്റെ വിളക്കായി മാറുന്നതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.